വാക്കു പറഞ്ഞവർ പലരും വാക്കു മാറ്റിയേക്കാം. എന്നാൽ ഒരിക്കലും വാക്കു മാറ്റുവാൻ കഴിയാത്ത ഒരാളെക്കുറിച്ചാ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. സാഹചര്യങ്ങൾക്കനുസരിച്ച് വാക്കു മാറുന്നവർ നമുക്ക് ചുറ്റുമുണ്ടാകാം. എന്നാൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് വാക്കു മാറാത്ത ഏത് സാഹചര്യങ്ങളിലും പ്രവർത്തിക്കുവാൻ കഴിയുന്ന ശക്തനായ ഒരു ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഭാരപ്പെടേണ്ടി വരികയില്ല. വാക്കു മാറാത്ത ഈ ദൈവത്തിന്റെ പ്രവൃത്തിയെ വേദപുസ്തകത്തിലുടനീളം നമുക്ക് കാണുവാൻ കഴിയും. യേശുക്രിസ്തുവിന്റെ ഹലോക ജീവിതകാലത്ത് തന്റെ മരണ പുനരുത്ഥാനത്തെ കുറിച്ച് ശിഷ്യന്മാരോട് പറഞ്ഞുവെങ്കിലും അവർക്ക് അത് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല. പലപ്പോഴും സാഹചര്യങ്ങൾ പ്രതികൂലമായി വന്നപ്പോ ദൈവം പറഞ്ഞത് ഒരുപക്ഷെ ശിഷ്യന്മാർ മറന്നിരിക്കാം. അത് അവരുടെ സംസാരത്തിലും അവരുടെ പ്രവൃത്തിയിലും നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ദൈവം പറഞ്ഞ വാക്കുകൾക്ക് ഒരു മാറ്റവും സംഭവിക്കാതെ നമ്മുടെ പാപത്തിന് പരിഹാരമായി യാഗമായി തീർന്ന യേശു ക്രിസ്തു ഒരിക്കലും ഉയർക്കുകയില്ല, അല്ല എങ്കിൽ ഒരിക്കലും ഉയർക്കുവാൻ പാടില്ല എന്ന് ശഠിച്ച് റോമൻ ഇമ്പീരിയൽ മുദ്രയും കല്ലറയിൽ വെച്ചുവെങ്കിലും ദൈവപുത്രൻ പറഞ്ഞതുപോലെ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റത് ചരിത്രത്തിന്റെ ഭാഗമാണ്. ആ ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ മകനായി മകളായി നാം മാറ്റപ്പെടുമ്പോൾ നമ്മുടെ പ്രയാസഘട്ടങ്ങളിൽ, നമ്മുടെ വേദനയുടെ നിമിഷങ്ങളിൽ അവൻ നമ്മെ തനിച്ചാക്കുകയില്ല. ഈ ദൈവം വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന സകല ദൈവിക അനുഗ്രഹങ്ങളും നിങ്ങളുടെ മേൽ പകരുവാൻ അവൻ മതിയായവനാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നിങ്ങൾ കാണുന്ന സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ ഒരു സാധ്യതയുമില്ല എന്ന് നിങ്ങൾ പറഞ്ഞിരിക്കാം. ആ സാധ്യതയോ നോക്കി പ്രവർത്തിക്കുന്ന ദൈവമല്ല നമ്മുടെ ജീവിക്കുന്ന ദൈവം. സാധ്യതകൾക്കനുസരിച്ച് വാക്ക് മാറുന്നവനല്ല ഈ ജീവിക്കുന്ന ദൈവം. സാഹചര്യങ്ങൾ എന്താണെങ്കിലും, സാധ്യതകൾ എന്താണെങ്കിലും, ഏതു സാഹചര്യത്തെയും അനുകൂലമാക്കുവാൻ കഴിയുന്ന ഒരു ജീവിക്കുന്ന ദൈവത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. രാജാക്കന്മാരുടെ ഹൃദയങ്ങളെ നീർത്തോട് കണക്കെ തിരിക്കുവാൻ കഴിയുന്ന ജീവിക്കുന്ന ദൈവം നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക തന്നെ ചെയ്യും. അതെ, അബ്രഹാമിന്റെ അനുഗ്രഹം യേശുക്രിസ്തുവിലൂടെ നിങ്ങൾക്ക് ലഭ്യമാക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. അതെപ്രകാരം സംഭവിക്കും. യേശുവിൽ വിശ്വസിക്കുന്നെങ്കിൽ, കണ്ണുമടച്ച് യേശുവിന്റെ കരത്തിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ, ദൈവപ്രവൃത്തിക്കായി, ദൈവിക നിയന്ത്രണത്തിനായി ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ഈ ദിവസങ്ങളിൽ തന്നെ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ കാണുവാൻ പോകുകയാണ്. മത്തായി എഴുതിയ സുവിശേഷം 28-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം കല്ലറയിലേക്ക് ഓടിച്ചൊല്ലുന്ന മഗ്ദലക്കാരി മറിയെയും മറ്റേ മറിയെയും നമുക്ക് ഇവിടെ കാണുവാൻ കഴിയും. അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം വായിക്കുവാൻ കഴിയും: പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കല്ല് ഉരുട്ടി നീക്കി അതിന്മേൽ ഇരുന്നിരുന്നു. കർത്താവിന്റെ ദൂതൻ കല്ല് ഉരുട്ടി നീക്കി അവിടെ ഇരിക്കുവാനുള്ള കാരണം ആ ദൂതൻ ക്ഷീണിതനായതുകൊണ്ടല്ല, മറിച്ച് ഇത് ദൈവത്താൽ സംഭവിച്ചു എന്ന് അറിയേണ്ടതിന്. പ്രിയ ദൈവമക്കളേ, നിങ്ങൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളുടെ നടുവിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ കാണുവാൻ പോകുകയാണ്. മാത്രമല്ല, ഇത് ദൈവത്താലുള്ള പ്രവൃത്തിയാണ് എന്ന് നിങ്ങളായിരിക്കുന്ന ദേശം കാണത്തക്ക വിധത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും. യേശു ക്രിസ്തു കല്ലറയിൽ നിന്ന് പുറത്തു വരേണ്ടതിനായിരുന്നില്ല ദൂതനെ കല്ല് ഉരുട്ടി മാറ്റിയത്. അങ്ങനെ പറയുവാനുള്ള കാരണം യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 19-ാം വാക്യത്തിൽ ശിഷ്യന്മാരിരുന്ന സ്ഥലത്ത് വാതിലടച്ചിരിക്കെ യേശു കടന്നു വരുന്ന ഭാഗം നമുക്ക് അവിടെ കാണുവാൻ കഴിയും. അങ്ങനെയെങ്കിൽ ദൂതനെ കല്ലറയിൽ നിന്ന് കല്ല് ഉരുട്ടി മാറ്റി കല്ലിന്മേൽ ഇരുന്നിരുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് 3-3.5 വർഷക്കാലം യേശുവിന്റെ വാക്കുകൾ കേട്ട ഒരു ജനസമൂഹം അവിടെ ഉണ്ടായിരുന്നു. യേശു തന്റെ മരണ പുനരുത്ഥാനത്തെ കുറിച്ച് ഈ ജനത്തോട് സംസാരിച്ചിട്ടുള്ളതാ. ഈ സംഭവങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്ന ജനം യേശു ഈ കല്ലറയിൽ ഇല്ല, അവൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു എന്ന് മനസ്സിലാക്കേണ്ടതിന്, കല്ലറയിലേക്ക് കടന്നു വന്ന യേശു അവിടെ ഇല്ല എന്ന് ജനം അറിയേണ്ടതിന് ദൈവദൂതൻ കല്ല് ഉരുട്ടി മാറ്റിയതായി നമുക്ക് കാണുവാൻ കഴിയും. നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ദൈവം പറയുന്നത് വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ കാണും. അസാധ്യമെന്ന് വിചാരിച്ച മേഖലകളിൽ എല്ലാം തീർന്നു എന്ന് പറഞ്ഞ ഇടത്തു തന്നെ ദൈവം നിങ്ങളെ മാനിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവിക മാന്യത നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കും. ദൈവം വാക്ക് പറഞ്ഞ മാറുകയല്ല കേട്ടോ. വാക്ക് മാറാത്ത ദൈവം ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നത് കൊണ്ട് യേശുവിനോട് ചേർന്നുള്ള ഓരോ യാത്രയിലും ആ ദൈവിക കരുതൽ നിങ്ങൾ അനുഭവിക്കും. ദൈവിക സംരക്ഷണം, ദൈവിക പ്രൊവിഷൻ, അത് നമ്മുടെ അവകാശമാണ്. എല്ലാ സാഹചര്യങ്ങളിലും കടന്നു വന്ന് പ്രവർത്തിക്കുവാൻ ദൈവശക്തി മതിയായതാ. ഈ ദൈവത്തിന്റെ
സാന്നിധ്യം നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് രുചിച്ചറിയുവാൻ കഴിയുന്നത്. ദൈവം പറഞ്ഞ കാര്യങ്ങൾ ധൈര്യത്തോടെ ചെയ്യുവാൻ തയ്യാറാണെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ നിങ്ങൾ കാണുവാൻ പോകുകയാണ്. ഭയം വേണ്ടതെല്ലും ഭ്രമിച്ചു നോക്കണ്ട. ദൈവമാണോ നിങ്ങളോട് സംസാരിച്ചത്? അവൻ നിങ്ങളെ തനിച്ചാക്കുകയില്ല. അതെ, ആ ദൈവത്തിന്റെ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ നിങ്ങൾ അനുഭവിക്കുവാൻ പോകുകയാണ്. ദൈവം പറഞ്ഞ കാര്യങ്ങൾ ധൈര്യത്തോടെ ബോൾഡോടെ ചെയ്യുവാൻ നിങ്ങൾ തയ്യാറാണോ? അവിടെ ദൈവത്തിന്റെ ശക്തി ചലിക്കുക തന്നെ ചെയ്യും. ദൈവത്തിന്റെ നാവായി ആര് മാറുമോ അവർ പറയുന്നത് സംഭവിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ ദൈവത്തിന്റെ സാന്നിധ്യമായി മാറണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. മുമ്പിലേക്ക് നോക്കുമ്പോൾ എല്ലാം ഇമ്പോസിബിൾ ആകാം. അതിന്റെ നടുവിലും വാക്ക് പറഞ്ഞവൻ നിവർത്തിക്കുവാൻ മതിയായവനാണ് എന്ന് ഉറയ്ക്കുമ്പോൾ, അതിനുവേണ്ടി സ്റ്റെപ്പുകൾ മുന്നോട്ട് വെക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി പ്രിയ ദൈവവേദിയിലെ നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും. പലപ്പോഴും മാനുഷിക ബുദ്ധിയിൽ അസാധ്യമെന്ന് വിചാരിച്ചേക്കാം. അതെ, പാറയോട് കൽപ്പിക്കാൻ പറ്റുമോ? ദൈവം പറഞ്ഞത് പാറയോട് കൽപ്പിക്കാനാണെങ്കിൽ നീ കൽപ്പിക്കുമ്പോ പാറ നിനക്ക് ജലം തരും. അതിന്റെ ലോജിക്ക് എന്താ? ദൈവസന്നിധി വരുമ്പോ ലോജിക്കൊക്കെ ഒന്ന് എടുത്തു മാറ്റിവെക്ക്. കാരണം ഇല്ലാത്തതിനുള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിയുന്നവനാ പറഞ്ഞത്. അവൻ അസാധ്യമായിട്ടൊന്നുമില്ല. നിങ്ങളുടെ ജീവിതയാത്രയിൽ കരം പിടിച്ച് നടത്തുവാൻ അവൻ മതിയായവനാ. മുമ്പിൽ ചെങ്കടൽ, പുറകിൽ ഫറവോന്യ സൈന്യം. എന്തു ചെയ്യും? നിങ്ങൾ ഇറങ്ങിയത് ദൈവത്തിന്റെ ശബ്ദം കേട്ടാണോ? ഭാരപ്പെടരുത്. ശത്രു സൈന്യത്തിന് നിന്നെ തൊടുവാൻ കഴിയുകയില്ല. ശത്രു സൈന്യം നിങ്ങളെ തൊടാതെ വണ്ണം ദൂതന്മാർ നിങ്ങൾക്ക് കാവലായിരിക്കും. പ്രിയ ദൈവവേദിയിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് വാക്കുമാറുന്നവനല്ല എന്റെ ദൈവം. ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിക്കാത്ത, വാക്കുമാറാത്ത ആ ദൈവത്തിന്റെ കരത്തിലേക്ക് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളിലൂടെ ദേശം കാണും. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പരിശ്രമിച്ചിട്ടും ഒന്നും നടക്കുന്നില്ല എന്നുള്ള അവസ്ഥയിലാകാം. ഇതേ അവസ്ഥയിലൂടെ ശിഷ്യന്മാർ കടന്നുപോയിട്ടുണ്ട്. രാത്രി മുഴുവനും കടലിൽ വല വീശിയിട്ടും ഒന്നും ലഭിക്കാത്ത അവസ്ഥയിലൂടെ കടന്നുപോയ ശിഷ്യന്മാർ യേശുവിന്റെ വാക്കുകൾ അനുസരിച്ചപ്പോൾ അവന്റെ പടക് നിറയത്തക്ക വിധത്തിൽ മീൻ ലഭിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. നാഥൻ പറയുന്നത് അനുസരിക്കാതിരുന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ശിഷ്യന്മാർക്ക് ആ ദൈവിക നന്മകൾ അനുഭവിക്കുവാൻ കഴിയുമായിരുന്നില്ല. പ്രിയ ദൈവവേദിയിലെ യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. അവൻ നിങ്ങളെ ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിക്കുന്നതുമല്ല. വിഷയങ്ങൾ കടന്നു വരുമ്പോൾ പിറുപിറുക്കാതെ ജീവിക്കുന്ന യേശുവിൽ ഒന്ന് ഉറക്കേണ്ടത് ആവശ്യമാണ്. നമ്മോട് കൂടെയുള്ളവൻ ആരെയെന്ന് തിരിച്ചറിയണം. മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കാതെ യേശുവിന്റെ വാക്കുകൾ കേൾക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുക തന്നെ. അമ്മയും അപ്പനും നിങ്ങളെക്കുറിച്ച് അറിഞ്ഞത് അമ്മയുടെ ഉദരത്തിൽ നിങ്ങൾ ഉരുവാകുമ്പോഴാണ്. എന്നാൽ ലോകസ്ഥാപനത്തിന് മുമ്പേ നിങ്ങളെ അറിഞ്ഞൊരു ദൈവമുണ്ട്. അവൻ നിങ്ങളെ കൈവിടുകയില്ല. കണ്ണുനീര് തുടയ്ക്കുന്ന ഞാനുണ്ട് നിന്റെ കൂടെ എന്ന് പറയുന്ന ആ ദൈവ സാന്നിധ്യം ഒന്ന് രുചിച്ചറിഞ്ഞ് വിജയകരമായ ഒരു ജീവിതം നയിക്കണമെന്ന് ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. നിന്ദിച്ചവരുടെ മധ്യേ മാനിക്കുന്ന ഒരു ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ കാണും. നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ ഈ ദൈവത്തിന്റെ കരത്തിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ അങ്ങയുടെ തൃക്കരങ്ങൾ തരുന്നു. ഈ ദിവസങ്ങളിൽ ഇവർ ഭാരപ്പെടുന്ന വിഷയങ്ങളുടെ നടുവിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. ദൈവമേ, അങ്ങ് ഇവരെ ഒരു അനുഗ്രഹമാക്കണം. ജീവിക്കുന്ന യേശുവിന്റെ സാക്ഷ്യമായി ഇവർ മാറട്ടെ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാകട്ടെ. സകല മാനവമഹത്വം അങ്ങേക്ക്. സകല നസ്രയനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ ദൈവവേദിയിലെ ആരൊക്കെ വാക്കുമാറിയാലും വാക്കുമാറാത്ത ദൈവത്തിന്റെ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ നിങ്ങൾ കാണുവാൻ പോകുകയാണ്. ധൈര്യമായിരിക്കണം. യേശു കൊണ്ട് കൂടെ. ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം. അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ബ്ലെസ്ഡ്.